സമ്പാദിച്ച സമ്പാദ്യം എന്നാണെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണം ഹറാമായ സമ്പാദ്യത്തിൽ നിന്നാണെങ്കിൽ അവർ കഴിക്കുന്ന അന്നം അത് മോശപ്പെട്ട വഴിയിലൂടെ കൂടിയ സമ്പത്ത് കൊണ്ടാണെങ്കിൽ പൂർത്തിയായി ആ മക്കൾ വഴികൾക്ക് പോവുക സമ്പത്തെയും അതുകൊണ്ടല്ലേ മഹാനായ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിൽ ഏറ്റവും പങ്കെടുക്കാനുള്ള സഹാബികളാണ്. കാലം കഴിഞ്ഞാൽ സഹാബത്തിനെ പള്ളിയിൽ ഇരുത്തിക്കൊണ്ട് സദസ്സ് നടത്തും വിജ്ഞാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ഓരോ ഹദീസുകൾ പറയും സഹാബത്തിന് വിജ്ഞാനപ്രദമായ ക്ലാസുകൾ നടത്തും. അങ്ങനെ സഹാബത്തൊക്കെ അതിൽ പങ്കുകൊള്ളും. അബൂദുജാന റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ സദസ്സിൽ മുമ്പിൽ നിൽക്കുന്നയാളാണ് എപ്പോഴും മുൻപിലുണ്ടാകുന്നത്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു. മഹാനായ അബൂദുജാന റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകൻ എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ് എടുക്കാറുള്ളത് സുബ്ഹി നമസ്കാരം കഴിഞ്ഞാലാണ്. സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ സ്വഹാബത്തിനെ ഒക്കെ വിളിച്ചിരുത്തി പള്ളിയുടെ തെരുവിൽ മദീനത്തെ പള്ളിയുടെ തെരുവിലിരുന്നുകൊണ്ട് ക്ലാസ് നടത്തും. ആ ക്ലാസ്സിൽ പങ്കെടുത്ത സ്വഹാബത്തിന്റെ വിദ്യാർത്ഥികളിലെ അവരാണ് പിന്നെ അഹിബ എന്ന പേരിൽ അറിയപ്പെട്ട മഹാരഥന്മാരായ സ്വഹാബത്ത്. അങ്ങനെ ക്ലാസ് നടക്കുന്നതിനിടയിൽ കുറെ ദിവസങ്ങളായി മഹാനായ അബൂദുജാന റളിയല്ലാഹു തആല ക്ലാസ്സിൽ പങ്കെടുക്കാതെ എഴുന്നേറ്റ് പോവുകയാണ്. നിസ്കാരം കഴിഞ്ഞാൽ പതിവായി ചൊല്ലുന്ന ദിക്റുകൾ പോലുമല്ല അബൂദുജാന നിൽക്കുന്നില്ല. സ്വഹാബത്തൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അബൂദുജാന റളിയല്ലാഹു അൻഹു സലാം കിട്ടിയാൽ ഉടൻ എഴുന്നേറ്റ് പോവുകയാണ്. അബൂദുജാന മറുഭാഗത്തിലായതുകൊണ്ടല്ല, നിസ്കാര ശേഷം ദിക്റ് ചൊല്ലണ്ടെന്നുള്ള അഭിപ്രായം ആയതുകൊണ്ടല്ല. അബൂദുജാന റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ എഴുന്നേറ്റ് പോവാം. ഞാൻ ഈ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് അബൂദുജാന ഞങ്ങളിൽപ്പെട്ട ആളാണെന്ന് നാളെ പറയണ്ട. അതുകൊണ്ടല്ല അബൂദുജാന എഴുന്നേറ്റ് പോയത്. നിസ്കാരം കഴിഞ്ഞാൽ അബൂദുജാന വളരെ വേവലാതിയോടുകൂടി എഴുന്നേറ്റ് പോകും. തിരിഞ്ഞു നോക്കുക പോലുമില്ല. സഹാബത്തൊക്കെ അബൂദുജാനയെ 10 ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ അതാ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞ പ്രവാചകരെ, തങ്ങളുടെ കൂട്ടുകാരനായ അബൂദുജാന എപ്പോഴും അവിടുത്തെ സദസ്സിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കുന്ന ആളാണല്ലോ, ഞങ്ങളെക്കാൾ ആളാണല്ലോ. ദിവസങ്ങളായി അബൂദുജാന ഇതാ സദസ്സിൽ പങ്കെടുക്കാതെ ക്ലാസിൽ പങ്കെടുക്കാതെ ബുദ്ധിമുട്ടിച്ചു പോവുകയാണ്. നിസ്കാരശേഷം നടക്കുന്ന ദിക്റുകളിലൊന്നും പങ്കെടുക്കുന്നില്ല. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ കൃത്യമായി ചെയ്യേണ്ടത് ചൊല്ലാറുള്ള ദിക്റുകളിലെ ഔറാദുകളിലെ അതിലൊന്നും അബൂദുജാനയെ കാണാനില്ല. പ്രവാചകനെ അബൂദുജാനയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് അബൂദുജാന റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സഹാബത്ത് കൂട്ടുകാരെ പരാതിപ്പെട്ടപ്പോ മഹാനായ അബൂദുജാന റളിയല്ലാഹു അൻഹു ളുഹർ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അബൂദുജാന നമസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ അരികെ പിടിക്കും. അബൂദുജാനയോട് ചോദിച്ചു പ്രവാചകൻ, അബൂദുജാന, ഞാൻ കുറെ ദിവസങ്ങളായി നിന്നെ ശ്രദ്ധിക്കുന്നു. എന്റെ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ധൃതി പിടിച്ചോടുന്നത്, എന്റെ ദിക്റുകൾ ചൊല്ലാൻ എന്റെ തസ്ബീഹ് ചൊല്ലാൻ സമയമില്ലാത്തത്, നിസ്കാരം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തിരിച്ചു പോകുന്നത് കാണുന്നുവല്ലോ, എന്ത് പറ്റിപ്പോയി അബൂദുജാന, അതിനൊന്നും നന്മയില്ലെന്ന് വിചാരിക്കുമോ? അബൂദുജാന റളിയല്ലാഹു തആല പറഞ്ഞ പ്രവാചകനെ, അങ്ങയുടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അങ്ങയോടുകൂടെ ഇരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അങ്ങക്കറിയാമല്ലോ അങ്ങയുടെ മുഖത്ത് നോക്കുന്നത് ഏറ്റവും വലിയ പുണ്യകരമായ കാര്യമാണെന്ന് പഠിച്ചവനാണ് ഞാൻ. അങ്ങയോടൊപ്പം ഇരിക്കുന്ന സദസ്സ് ഏറ്റവും പുണ്യമായ സദസ്സാണെന്ന് അറിയുന്നവനാണ് ഈ അബൂദുജാനൊക്കെ. അബൂദുജാനയ്ക്ക് ഒരു വിഷമമുണ്ട് പ്രവാചകരെ. അബൂദുജാനയുടെ പ്രവാചകനെ കുറിച്ച് എന്താണ് പറയൂ അബൂദുജാന? മഹാനായ അബൂദുജാന റളിയല്ലാഹു അൻഹു പ്രവാചകരെ, എനിക്ക് 3 മക്കളുണ്ട് യാ റസൂലല്ലാഹ്, എനിക്ക് 3 മക്കളുണ്ട്. എന്താണ് ആ മക്കളുടെ പ്രായം? എനിക്ക് 2 വയസ്സ് പ്രായമായ ഒരു കുട്ടിയുണ്ട്, എനിക്ക് 3.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് പ്രവാചകരെ, എനിക്ക് 7 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് യാ റസൂലല്ലാഹ്. അബൂദുജാന അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, ഇങ്ങനെ ഈ പ്രായക്കാരായ 3 കുട്ടികളെ എന്നെ കുറിച്ച് താങ്കൾക്കറിയില്ലേ? സാമ്പത്തികമായി വലിയ മുന്നേറ്റത്തിലല്ല ഞാൻ, സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്നയാളാണ് ഞാൻ, പട്ടിണിയിലാണ്, പ്രയാസത്തിലാണ് പ്രവാചകരെ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇതൊക്കെ അതോർത്ത് കേൾക്കുകയാണ്. അതൊന്നുമല്ല വിഷയം.
അതൊന്നുമല്ല വിഷമം. മഹാനായ അബൂ ദുജാന പറയുന്നത് കേൾക്കൂ, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ മക്കളിതാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ പിഞ്ചു മക്കളും ദിവസങ്ങളായി പദ്ധതിയിലാണ്. അവർ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. അവർക്ക് അന്നം നൽകാൻ എന്റെ കൈവശം യാതൊന്നുമില്ല എന്ന് പ്രവാചകരെ. അതിനും എനിക്ക് വിഷമമില്ല, എനിക്ക് ദുഃഖമില്ല. പക്ഷേ എന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ജൂതനാണ്, എന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ജൂതനായ കുടുംബക്കാരനാണ്, ജൂതനായ മനുഷ്യനാണ്. ആ ജൂതനായ മനുഷ്യൻ വലിയ സമ്പന്നനാണ്. അവന്റെ തോട്ടത്തിൽ ഈത്തപ്പനകളുണ്ട്. ആ ഈത്തപ്പനകളിൽ പഴുത്തുപാകമായ ഈത്തപ്പനങ്ങളുണ്ട് പ്രവാചകരെ. അവന്റെ തോട്ടത്തിൽ ഒരു ഈത്തപ്പന മരം, ഒരു ഈത്തപ്പന എന്റെ തൊടിയിലേക്ക്, എന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ട്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു നിറഞ്ഞ കണ്ണുകളോടെ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാ റസൂലല്ലാഹ്, ആ ദൂതനായ മനുഷ്യന്റെ തൊടിയിലുള്ള ഒരു ഈത്തപ്പന മരം എന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ട് പ്രവാചകരെ. ആ ഈത്തപ്പന മരത്തിൽ പഴുത്തു ഭാഗമായ ഈത്തപ്പനങ്ങളുണ്ട്. അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ വരുന്ന സുബഹിസ്കാരത്തിന് വേണ്ടി വരുമ്പോൾ ആ ഈത്തപ്പഴ മരത്തിൽ നിന്ന് ഒരുപാട് ഈത്തപ്പഴങ്ങൾ എന്റെ മുറ്റത്തേക്ക് പൊഴിഞ്ഞു വീണിട്ടുണ്ട്. യാ റസൂലല്ലാഹ്, ഞാൻ നിസ്കരിക്കാനുള്ള വൃതിയിലേക്ക് വന്നതാണ്. ഇനി ഞാൻ തിരിച്ചു പോകുമ്പോൾ നേരം വെളുത്തുപോയാൽ എന്റെ പ്രിയപ്പെട്ട പിന്തുമക്കളുണ്ടെങ്കിൽ അവർ ദിവസങ്ങളായി പട്ടിണിയിലാണല്ലോ. എന്റെ 2 വയസ്സുകാരനായ എന്റെ പിതൃമോനും പട്ടിണിയിലാണ്. എന്റെ 3 വയസ്സുകാരനായ കുട്ടി പട്ടിണിയിലാണ്. യാ റസൂലല്ലാഹ്, 7 വയസ്സുകാരനായ എന്റെ പ്രിയപ്പെട്ട മോന് പട്ടിണിയിലാണ്. എന്റെ പ്രിയതമ പട്ടിണിയാണ്. ദിവസങ്ങളായവർക്ക് ഭക്ഷണമില്ലതേ. ആ അവസ്ഥയിൽ നേരം എടുത്ത് കഥക് തുറന്ന് പുറത്തിറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെങ്ങാനും എന്റെ പിഞ്ചുമക്കളെങ്ങാനും മുറ്റത്ത് കിടക്കുന്ന ഈ ഈത്തപ്പഴം കണ്ടാൽ അവരുടെ ശ്രദ്ധയിലെങ്ങാനും അത് തൊട്ടുപോയാൽ അവരെടുത്ത് കത്തിക്കുകയില്ല. അമ്മയുടെ ക്ലാസ്സിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ അവിടത്തോടൊപ്പം അല്പസമയം ഇരുന്നു കഴിഞ്ഞാൽ നേരം കൊടുത്ത് സൂര്യനുദിച്ചാൽ എന്റെ പിഞ്ചുമക്കളുടെ മുറ്റത്തേക്ക് വന്നാൽ ഈത്തപ്പഴം ശ്രദ്ധയിൽപ്പെടും. ഉറപ്പാട് വിശപ്പിന്റെ കാര്യങ്ങൾ കൊണ്ട് അവരെടുത്ത് ഭക്ഷിക്കും. ഉറപ്പാ, അത് തടയാൻ വേണ്ടിയാണ് സുബഹിസ്കാരം കഴിഞ്ഞ ഉടനെ ദിക്റുകൾക്ക് പോകാൻ ഞാൻ ഓടിപ്പോകാറുള്ളത്. അങ്ങനെ ദിവസവും ചെന്നുകൊണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പ്, എന്റെ മക്കൾ ഉണരുന്നതിന് മുമ്പ് ഞാനിതാ ഈത്തപ്പഴങ്ങൾ മുഴുവൻ കൊടുത്തു ദൂരന്റെ മുറ്റത്തേക്ക് ഇട്ട് കൊടുത്തു, ദൂരന്റെ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ഒരു ദിവസം യാ റസൂലല്ലാഹ്, ഞാനിതാ പള്ളിയിൽ നിന്ന് പോകാൻ അല്പം വൈകിപ്പോയി പ്രവാചകരെ. പള്ളിയിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് എത്താൻ അല്പം വൈകിപ്പോയി യാ റസൂലല്ലാഹ്. അങ്ങനെ ഞാൻ വീട്ടിലെത്താൻ വൈകിയപ്പോഴേക്കും സൂര്യന് വിളിച്ചിരുന്നു. യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട മക്കൾ ഉണർന്നിരുന്നു പ്രവാചകരെ. വിശപ്പ് സഹിച്ച് കിടന്നുറങ്ങി എന്റെ പ്രിയപ്പെട്ട മക്കൾ ഉണർന്നിരുന്നേ. ഞാനെന്റെ പള്ളിയിലേക്ക് വരുമ്പോ എന്റെ മുറ്റത്ത് വീട്ടുമുറ്റത്ത് കുറെ ഈത്തപ്പഴങ്ങൾ പൊഴിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ട് തോന്നതാണ് റസൂലേ. തിരിച്ചു ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട മക്കൾ വിശപ്പിന്റെ കാര്യങ്ങളുണ്ട്. കഥക തുറന്ന് പുറത്തിറങ്ങിയ മക്കൾ ഈത്തപ്പഴം കണ്ടപ്പോൾ അതെടുത്ത് ഭക്ഷിക്കുകയാണ്. കുറെ പഴങ്ങൾ അവർ ഭക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ എന്റെ 3 വയസ്സുകാരനായ മകന്റെ വായിലല്ലാഹുവിന്റെ റസൂലേ, ഇഷ്ടപ്പെടാത്ത ജൂതന്റെ ഫലമായ ജൂതന്റെ കൈവശമുള്ളവന്റെ ഉടമസ്ഥതയിലുള്ള ഈത്തപ്പന മരത്തിൽ നിന്നും കൊഴിഞ്ഞു വീണ പഴം എന്റെ പിഞ്ചുകാലന്റെ എന്റെ പ്രിയപ്പെട്ട മകന്റെ വായിൽ കിടക്കുന്ന റസൂലേ, അവനാ ഈത്തപ്പഴം ഇങ്ങനെ തവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിച്ചു പോയി, അല്ലാഹുവേ, എന്റെ കുട്ടിയെങ്ങാനും ഇത് ഭക്ഷിക്കാൻ ഇതവന്റെ വയസ്സിലേക്ക് എത്തിയാൽ ഹറാമത്തുന്നതിന്റെ പേരിൽ, മക്കൾക്ക് ഹറാമ് തീറ്റിച്ചതിന്റെ പേരിൽ നാളെ ആബോധുജാന നരകത്തിലെ തീ തിന്നേണ്ടി വരില്ലേ? ഹറാമ് ഭക്ഷിച്ചതിന്റെ പേരിൽ, ഹറാമായ ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ പിതാവാകുന്ന ഞാൻ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമല്ലോ എന്നാലോചിച്ചുകൊണ്ട് ഞാൻ എന്റെ ചൂടുകൾ അറിയുന്ന റസൂലേ, നിറഞ്ഞ കണ്ണുകളോടുകൂടെ കൂടുകൂടായി കണ്ണു തീർത്തുള്ളികൾ മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ചടങ്ങിലൂടെ തുടങ്ങുകയാ. സങ്കടപ്പെട്ടുകൊണ്ട് അബൂ ദുജാന പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ചെയ്തത് കേൾക്കണോ? ഞാൻ എന്റെ 2 വിരലുകളിലും എന്റെ പ്രിയപ്പെട്ട മകന്റെ വായിലേക്ക് ഞാൻ
ചെന്നപ്പോൾ എന്റെ കുഞ്ഞുമോൻ 2 വയസ്സുകാരനായ മോന് കരഞ്ഞുകൊണ്ടെന്നോട് ചോദിച്ചു, പ്രവാചകരെ, ഉപ്പാവ് കൊന്നിട്ട് വയ്യ ഉപ്പ, ഞങ്ങൾക്ക് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? വിശന്നിട്ട് വയ്യ ഉപ്പ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി വല്ലതും കരുതി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനാകെ തളർന്നു പോയി. ആ സാഹചര്യത്തിലാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ കുറ്റയോർത്തുകൊണ്ട് ഈ അഭിരുചാരം ചെയ്തത് ഞാൻ എന്റെ വിരലുകളുടെ കുഞ്ഞുമോന്റെ വായിലേക്ക് ഇട്ടുകൊണ്ട് അത് ഇത് പുറത്തേക്കായി ഈത്തപ്പഴമങ്ങ് എടുത്തപ്പോ എന്റെ പ്രിയപ്പെട്ട കുട്ടി എന്നോട് കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു, പ്രവാചകനെ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ, വിശന്നിട്ട് വയ്യാതെ, അല്ലാഹുവിനെ സഹിക്കാൻ കഴിയാത്ത വിശപ്പ് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മകൻ എന്നോട് പറയുകയാണ്, ഉപ്പാ, എന്റെ പൊന്നു ഉപ്പാ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഞാൻ കഴിച്ച ഈത്തപ്പഴം ഇതെനിക്ക് കഴിക്കാൻ തന്നുകൂടെ ഉപ്പായോ എന്നോട് ചോദിച്ചപ്പോൾ ഞാനാകെ തളർന്നു പോയതുപോലെ. അത്തരമൊരു സാഹചര്യം ഇനി ഉണ്ടാവാതിരിക്കാനാണ്, എന്റെ പ്രിയപ്പെട്ട മക്കളുടെ ഹറാമ് തിന്നാതിരിക്കാനാണ്, അബൂബികാരം സുലഹികാരം കഴിഞ്ഞാൽ ദിക്റിൽ പങ്കെടുക്കാതെ പോകുന്നത് പ്രവാചകരെ എന്ന് മഹാനായ അബൂബികാരം കരഞ്ഞുകൊണ്ട് അല്ലാഹുവാണ് പ്രവാചകരോട് പറഞ്ഞുവെങ്കിൽ നിങ്ങൾ മക്കൾക്ക് ഹറാമ് കൊടുക്കുന്നത്, ഹറാമായ ഭക്ഷണം അവർ കഴിക്കുന്നത് സ്വഹാബത്ത് വളരെയേറെ നമ്മൾ നമ്മുടെ മക്കൾ കഴിക്കുന്ന അതേത് വഴിയിൽ വരുന്നതാണ്, അതവർ എങ്ങനെ ഉണ്ടാക്കുക, അവർക്ക് നമ്മിൽ നിന്ന് എങ്ങനെയാണ് അത് കിട്ടുന്നതെന്നും നമ്മൾ നോക്കാറില്ല. എന്തൊക്കെയോ വാങ്ങിക്കൊടുക്കും, ഹറാമായ മുതലുകളുണ്ട്, പലിശ ഉണ്ട്, പലിശ പണം കൊണ്ട്, ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ച് വളർന്നു വരുന്ന നമ്മുടെ മക്കൾ നാളെ ഹറാമ് ചെയ്തിട്ടില്ലെങ്കിൽ, അവർ ഹറാമായ വഴിയിൽ സഞ്ചരിച്ചില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന് അർത്ഥമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏതൊരു കുട്ടിയും ജനിക്കുന്നത് സംശുദ്ധമായിട്ടാണ്, ഏതൊരു കുഞ്ഞും ജനിച്ചു വീഴുന്നത് ശുദ്ധമായിട്ടാണ്. അവന്റെ മാതാപിതാക്കളാണ് അവനെ ബഹുദൈവാരാധനയിലേക്കും വൃത്തികേടുകളിലേക്കും അഗ്നി ആരാധനയിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കുന്നത് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അപ്പൊ മാതാപിതാക്കളിലൂടെയാണ് ഒരു കുട്ടി വൃത്തികേടായി വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾക്ക് കൃത്യമായി സംസ്കാര സമ്പന്നമായ ജീവിതത്തിലൂടെ അവർ നടന്നു പോകാൻ, അത്തരം സംസ്കൃതിയിലൂടെ അവർ ജീവിച്ചു പോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണ് അവർക്ക് വേണ്ടി നാം സഹിക്കുന്ന കഷ്ടപ്പാട്. അല്ലാതെ അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ, അവരാഗ്രഹിക്കുന്നതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ, അവരുടെ ഭക്ഷണങ്ങൾ, വാഹന സൗകര്യങ്ങൾ, ഇതൊക്കെ ഒരുക്കി കൊടുത്തുകൊണ്ട് സാംസ്കാരികമായി നാം അവരെ പുറന്തള്ളിയാൽ, ആവശ്യത്തിൽ തീരെ നമുക്ക് ശ്രദ്ധയില്ലാതിരുന്നാൽ, ആ മക്കളാണ് നാളെ പാരത്രിക ലോകത്ത് വന്നുകൊണ്ട് അല്ലാഹുവോട് പറയുക, റബ്ബനാ അരിനല്ലദൈനി അളല്ലാന, ഞങ്ങളെ പഴപ്പിച്ചവരെ കാണിച്ചു തരൂ റബ്ബേ, ലിനജഅലഹുമാ തഹ്ത ഖദാമിനാ, ഞങ്ങളുടെ കാലിനടിയിലൊന്ന് ചവിട്ടട്ടെ, വലിയ കൂനാമിനുള്ള അവരെ ഞങ്ങളൊന്ന് നിന്ദിക്കട്ടെ എന്ന് ആ മക്കളാണ് നാളെ പാരത്രിക ലോകത്ത് അല്ലാഹുവിനോട് പറയുക.